സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പേപ്പാറ ഡാമിലാണ്. നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ പൊന്മുടി പോകേണ്ടതാണ്. പൊന്മുടി പോകുന്ന ഇടയ്ക്ക് വഴിയിൽ ഉള്ള സ്ഥലമാണ് പേപ്പാറ ഡാം. ഇപ്പോൾ നമ്മൾ അവിടെ കയറിയതേ ഉള്ളൂ. നമ്മൾ ഡാമൊക്കെ കണ്ടു, പിന്നെ അതിൻ്റെ വിഷ്വൽസ് ഒക്കെ കണ്ടിട്ട് തിരുവനന്തപുരം ജില്ലയിലെ 3 ഡാമുകളിൽ ഒന്നാണ് പേപ്പാറ ഡാം. കേരള വാട്ടർ അതോറിറ്റിയാണ് പേപ്പാറ ഡാം ബിൽഡ് ചെയ്തത്. പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറിക്കുള്ളിൽ കരമന നദിയിലാണ് പേപ്പാറ ഡാം സ്ഥിതി ചെയ്യുന്നത്. 3 മെഗാവാട്ട് ഹൈഡ്രോ പവർ സ്റ്റേഷൻ ഇവിടെ ഉണ്ട്. തിരുവനന്തപുരം സിറ്റിയിലേക്കുള്ള മെയിൻ ഡ്രിങ്കിംഗ് വാട്ടർ സപ്ലൈ ഇവിടെ നിന്നാണ്. അങ്ങനെ നമ്മൾ പൊന്മുടിയിലേക്ക് കയറാനായി ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് വീണ്ടും മുന്നോട്ട്. അപ്പം ടിക്കറ്റിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഒരാൾക്ക് അഡൽട്ടിന് 40 റുപ്പീസാണ് ഒരാൾക്ക്. പിന്നെ പാർക്കിങ്ങിന് 40 റുപ്പീസ്. പിന്നെ കിഡ്സിന് ഫ്രീ ആണ് കേട്ടോ, നമുക്ക് പൈസ ഒന്നും കൊടുക്കണ്ട. ഇനിയുള്ള വഴികൾ വളരെ കെയർഫുൾ ആയിട്ട് ഡ്രൈവ് ചെയ്യേണ്ടതാണ്. ഇത് പോകുന്ന വഴിയിൽ വഴിയോടെ കച്ചവടങ്ങളാണ്. ഇത് നമ്മുടെ 22ാമത്തെ അവസാനത്തെയുമായ ഹെയർ പിന്നാണ്. ഇതോടുകൂടി നമ്മൾ പൊന്മുടിയിൽ എത്തിച്ചേരും. ഞാൻ ആദ്യമായാണ് പൊന്മുടിയിലേക്ക് വരുമ്പോൾ ഈ ഏരിയയിലേക്ക് വരുന്നത്. ഇത് KTDC ഗസ്റ്റ് ഹൗസും പഴയ പോലീസ് സ്റ്റേഷനും പോസ്റ്റ് ഓഫീസും അടങ്ങിയ പ്രദേശമാണ്. ഈ പ്രദേശം അധികം ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഞാൻ വരുമ്പോൾ ഇവിടെ ആകെ ഒരു ഫാമിലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസും പഴയ പോലീസ് സ്റ്റേഷനും. ഇതാണ് ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏരിയ. ഇവിടെ അധികം ആരും വരുന്നില്ലെങ്കിലും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പ്ലേയിങ് ഏരിയയാണ്. ഇവിടെ നിന്നും നമ്മുടെ മെയിൻ ഏരിയയായ
ഹിൽ ടോപ്പിലേക്ക്. ഇവിടെ എത്തിയപ്പോൾ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. കാർ പാർക്ക് ചെയ്ത് പുറത്തിറങ്ങി. ഇതിനു മുമ്പ് വന്നതുപോലെയല്ല, ഇപ്രാവശ്യം മഞ്ഞ് ഒട്ടുമില്ലായിരുന്നു. പൊന്മുടി തിരുവനന്തപുരത്തിന്റെ ഊട്ടിയാണ്. തിരുവനന്തപുരത്തിന്റെ സ്വകാര്യ അഹങ്കാരങ്ങളിൽ ഒന്നാണ്. വെസ്റ്റേൺ ഘട്ടിന്റെ ഭാഗമായ പൊന്മുടിക്ക് 1100 മീറ്റർ ഉയരമുണ്ട്. തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് 53 കിലോമീറ്റർ ദൂരെയാണ് പൊന്മുടി. തിരുവനന്തപുരത്ത് നിന്ന് പൊന്മുടിയിലേക്ക് KSRTC ബസ് അവൈലബിൾ ആണ്. നമ്മൾ പൊന്മുടിയിൽ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കിവിടെ കാണുമ്പോൾ അറിയാം, എന്നും പൊന്മുടിയിൽ പോലെ മഞ്ഞൊന്നും ഇവിടെ ഇല്ല. ഇവിടെ നല്ല തണുപ്പുണ്ട് ഗൈസ്, നല്ല കാറ്റുമുണ്ട്. അപ്പോൾ നമ്മൾ പൊന്മുടി ഇന്ന് വരുമ്പോഴൊക്കെ ഇതുണ്ട്, പക്ഷെ ഇന്ന് ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് ബാക്കി വിഷയങ്ങളൊക്കെ കണ്ടിട്ട് വരാം. ഇപ്പോൾ നമ്മൾ പോലീസിൻ്റെ വയർലെസ് സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇത് പഴയതാണ്, ഇതെല്ലാം പൊളിഞ്ഞു പോയി. അവസാനിക്കാൻ പോവുകയാണ്. നമ്മുടെ ഇരുട്ടുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഇപ്പോഴേ വീഡിയോ അവസാനിപ്പിക്കണം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോ എല്ലാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്. ടാറ്റാ.